ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ പോലത്തെ ഉഡായ്പ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, പകരം ഒരു അഡാർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇടയ്ക്കും തലയ്ക്കും ഒക്കെ എനിക്ക് ഇങ്ങനെ ഉഷാറായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാവാറുള്ളെങ്കിലും അതിലൊരു ദിവസം ഇന്നാണ്. എന്താ കഴിക്കാൻ പോകുന്നത് ഞാൻ വഴിയെ പറയാം. ആദ്യം തന്നെ ഒരു ഏലക്ക ചായ ഉണ്ടാക്കാം. 2 ഏലക്കൊക്കെ എടുത്ത് അത് ചതച്ച് പാലിലോട്ടൊക്കെ ഇട്ട് നല്ലോണം പൊടിയും ഇട്ട് നല്ല പോലെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുത്തിരുന്ന എൻ്റെ ചായനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. അപ്പൊ ചായ അവിടെ അടുപ്പിലിരുന്ന് ആവണ സമയം കൊണ്ട് നമുക്ക് വേറൊരു സാധനം എടുക്കാം. ഇപ്രാവശ്യം പ്രശ്നം പോയപ്പം ഞാൻ ഈ നൈസ് പത്തിരി അങ്ങ് വാങ്ങിയിട്ടുണ്ട്. ഈ സാധനം ഞാൻ ലൈഫിൽ ഒരു തവണയെ കഴിച്ചിട്ടുള്ളൂ. ആൻഡ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇപ്രാവശ്യം പ്രശ്നം പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചു. ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സാധനം റെഡി. അങ്ങനെ നൈസ് പത്തിരിയും പിന്നെ അതിന്റെ കൂടെ ചിക്കൻ കറിയും എഗ്ഗും പിന്നെ എൻ്റെ ചായയും എല്ലാം കൂടെ കൂട്ടി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നിനിപ്പോൾ എൻ്റെ അടുപ്പൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. കാര്യം പറഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ഈ പണി ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല പണിയുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലൊക്കെ തീർന്നുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ച് കറിവേപ്പില മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കഴുകി വെള്ളം കളഞ്ഞ് ഫ്രീസറിൽ എടുത്തു വെക്കണം. ഇന്ന് രാത്രി ആവുന്നില്ല, നേരത്തെ തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞ് നല്ല പഴംപൊരിയും ഒരു ബ്രൂ കോഫിയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. ദോശയ്ക്ക് അരയ്ക്കാൻ വേണ്ടി രാവിലെ തന്നെ അരി വെള്ളത്തിലിടണമെന്ന് ഞാൻ ഓർത്തതാണ്. പിന്നെ എപ്പോഴോ അത് മറന്നുപോയി. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നാളെയെങ്കിലും അത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്നത് വെള്ളത്തിലിട്ട് വെക്കണം കിടക്കുന്നതിന് മുന്നേ. അങ്ങനെ അരിയും ഉഴുന്നും ഒക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നല്ല അടിപൊളി ഒരു ഉറക്കാവാം. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോയി ഗുഡ് നൈറ്റ് പറയുന്നിടത്താണ് എൻ്റെ ബാക്കിലിരിക്കുന്ന ഈ ചെടി ഞാൻ കണ്ട്. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഈ വെട്ടിയ ഭാഗത്ത് നിന്ന് പുതിയ മുള വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം വരും. അപ്പം ഇനി ഓക്കെ, ഗുഡ് നൈറ്റ്, നാളെ കാണാം, ബായ്.